ഈ ഭൂമി ഏറ്റെടുക്കല് ശരിക്കും സർക്കാരിന് ഒരു ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഇനിയുള്ള പദ്ധതികളിൽ വരുന്ന പദ്ധതികളിലും ഭൂമി ഏറ്റെടുക്കൽ പോലുള്ളത് സർക്കാർ ഏറ്റെടുത്ത് തന്നെ നടത്തുമോ അതോ അതിലേതെങ്കിലും തരത്തിൽ? അല്ല, അതിലാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ ഈ ഡിസംബർ 6 മുന്നോട്ട് വെച്ചത്. നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് മുന്നോട്ട് പോയത്. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പശ്ചാത്തല വികസനത്തിൽ നല്ല നിലയിൽ വീതിയുള്ള റോഡൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? വാഹനം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. രണ്ടിലൊരാൾക്ക് വാഹനം ഉണ്ട്, ഒരു ടൂ വീലറെങ്കിലും ഉണ്ട് എന്നാണ് പുതിയ കണക്ക്. ഈ വാഹനമൊക്കെ എന്തോ ഭാഗ്യത്തിന് ഒറ്റ ദിവസം ഒരുമിച്ച് റോട്ടിൽ ഇറങ്ങുന്നില്ല. ഒരു 30% ഒരു ദിവസം ഇറങ്ങിയ, 40% അടുത്ത ദിവസം ഇറങ്ങുക, അങ്ങനെ അതൊക്കെ കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു വെച്ചു. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വാഹനബന്ധിന് വാഹനമൊന്നും ഇറങ്ങാത്തത് പോലെ കേരളത്തിൽ ഉള്ള വാഹനങ്ങളൊക്കെ ഇന്ന ദിവസം ഇറങ്ങണം എന്നൊരു തീരുമാനം എടുത്ത് നോക്കുക. എന്തായിരിക്കും നമ്മളെ റോഡുകളുടെ സ്ഥിതി? എന്താവും സ്ഥിതി? അപ്പോൾ എങ്ങനെ നമ്മളിത് പരിഹരിക്കണം? അത് പറയുമ്പോൾ പിന്നെ പൊളിറ്റിക്കലി ചിലത് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ചീഫ് സെക്രട്ടറിയും PWD സെക്രട്ടറി ഉള്ളതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഇപ്പോൾ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവുകൾ നമ്മൾ കണ്ടെത്തണം. ആ ആൾട്ടർനേറ്റീവുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത്, അത് കണ്ടെത്തി പോകണം. അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ള നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഭൂമിയുടെ മുകളിൽ കൂടി വേണോ, ഭൂമിൻ്റെ അടിയിൽ കൂടി വേണോ, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ വേണോ, എങ്ങനെ വേണം നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യണം. ഇല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാവും ഭാവിയിൽ. ഈ 11 ജലാശയങ്ങളിലെ ഈ ചെളി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള മന്ത്രിസഭാ അനുമതിയായിരുന്നു. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ആ മണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റ് നിർമ്മാണത്തിന് യോഗ്യമല്ലാത്തതാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. മറ്റ് നിർമ്മാണത്തിന് യോഗ്യമല്ല, അത് എല്ലാ പരിശോധനയും നടത്തിയിട്ടേ കൊടുക്കും. അതപ്പോ ഈ ചെയർ, അപ്പം മറ്റു നിർമ്മാണത്തിന് യോഗ്യത പറയുമ്പോൾ ചെയർ ആണല്ലോ. അപ്പൊ അതിട്ട് ഈ ഫില്ലിങ് നടത്തുമ്പോൾ ഈ റോഡ് എങ്ങനെ അതിന്റെ ഒരു ഗുണമേന്മ നിലനിർത്താൻ കഴിയും? അത് നമ്മൾ അതിന്റെ എല്ലാ ടെസ്റ്റുകളും അല്ലേ, അതെ അതെ അതെ, എല്ലാ ടെസ്റ്റും നടത്തിയിട്ടാണ് പോകും. അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ടെസ്റ്റുകൾ, കോസ്റ്റൽ ഇല്ലാ ടെസ്റ്റുകൾ എല്ലാം അല്ലേ. അല്ല, അതെടുക്കാൻ പോകുന്നില്ല. നമ്മള് ഇതിന് യോഗ്യമായത് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കൂ. അതെ, യോഗ്യമാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കൂ.